ഓൾട്ടറിസം എന്നൊരു വേർഡ്. അപ്പോൾ നമ്മൾ പല ഇസങ്ങളും കേട്ടിട്ടുണ്ടാവുമല്ലോ, ബുദ്ധിസം, ജൈനിസം, അല്ലെങ്കിൽ പലതും കേട്ടിട്ടുണ്ട്. അതുപോലെ ഓൾട്ടറിസം. ഈ ഓൾട്ടറിസം എന്നൊരു പദമാണ് നമ്മളിന്ന് ലോഞ്ച് ചെയ്യുന്നത്. എന്താണ് വാട്ട് ഈസ് ഓൾട്ടറിസം? എന്താണ് ഈ ഒരു വേർഡ്? നമ്മൾ ഈ ക്ലാസ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു കഴിയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടായിരുന്നു ഓൺട്രപ്രണർഷിപ്പും ഓൾട്ടറിസം തമ്മിലുള്ള വേർഡ്. ഓൾട്ടറിസം ഒന്നുമല്ല, പരോപകാരപ്രദമായ സിദ്ധാന്തം, മറ്റുള്ളവർക്ക് ഉപകരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് സൊസൈറ്റിയിലേക്ക് എങ്ങനെ മാറാൻ പറ്റുമെന്നുള്ളത്. ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഏതൊരു ഗവൺമെൻറ്റിൻ്റെയോ അതിനേക്കാളും കൂടുതൽ പറയുന്ന ഓൾട്ടറിസം ചെയ്യാൻ പറ്റുന്നത് ഓൺട്രപ്രണേഴ്സിനാണ്. ഉദാഹരണം, നേരെ വീണ്ടും ബാക്കോട്ട് പോവുകയാണ്. 12 വർഷമായി പറ്റുമോ. ഒരു ദിവസം നമ്മൾ ഈ കാർ ക്രൈസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ കാറൊക്കെ ഒത്തിരി ഫാസ്റ്റായിട്ട് ഓടിക്കുന്നതാണ് ഞാൻ. അപ്പോൾ ഞാനെൻ്റെ സുഹൃത്തും കൂടെ കോവളത്ത് പോകണം. കോവളത്ത് ഇങ്ങനെ കാറിൽ ഇങ്ങനെ പോകുമ്പോഴേക്കും എന്തിനേയും നമ്മളൊരു ഓൺട്രപ്രണർ അല്ലേ, അപ്പോൾ എന്തിനും ഒബ്സർവ് ചെയ്യുമല്ലോ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതാണ്, ഒബ്സർവേഷൻ ഭയങ്കരമാണ്. ഒബ്സർവ് ചെയ്യാൻ വേണം. 360 ഡിഗ്രിയിൽ നിങ്ങൾ ഈ ഹോളാണ് ഞാൻ തന്നെ മുതലേ കണ്ടുപിടിച്ചു. ഈ വീട്ടിലിരിക്കുന്ന ഈ ട്യൂബ്ലൈറ്റ് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലെ മിഷൻ്റെ നിങ്ങളുടെ MBA ഹോൾ ഉണ്ടല്ലോ, മിഷൻ സ്റ്റുഡൻസ് ഉണ്ടോ? അവിടുത്തെ MBA ഹോളാണ് റിനോവേറ്റ് ചെയ്യപ്പെടും. അവിടെ ഈ ട്യൂബ്ലൈറ്റ് വന്നിരിക്കത്തില്ലേ, ഇതൊക്കെ ഞാൻ ഇങ്ങനെ കോപ്പി ചെയ്തുകൊണ്ടിരിക്കുക, ഇതൊക്കെ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഒരു സ്ഥലത്ത് പോകുമ്പോഴേ 360 ഡിഗ്രിയിൽ നമ്മളിങ്ങനെ നോക്കും, നല്ലത് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഇങ്ങനെ ക്യാച്ച് ചെയ്യും, ഒബ്സർവ് ചെയ്യും, അസസ് ചെയ്യും, ഇങ്ങനെ പോകും. അപ്പോൾ ഇതിങ്ങനെ ഞാനൊരു സുഹൃത്തോട് ഇങ്ങനെ പോകുമ്പോഴേക്കും ഒരു 2 ഫോറിനേഴ്സ്, ഹസ്ബൻഡ് വൈഫും ആയിരിക്കും, കോളത്തല്ലേ, അവർ പോയിട്ട് ഒരു ചെറിയ വഴി നിർത്തിയിട്ട് എന്തോ അവരിങ്ങനെ ഭയന്നൊക്കെ നിൽക്കുന്നു. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മളിവിടെ സ്ലോ ചെയ്യുന്നത് എന്താണ്? അപ്പോൾ ഇതെന്ത് ചെയ്യുന്നു നോക്കിയപ്പോഴേക്കും സ്ട്രേ ഡോഗ്സിന് ഫുഡ് കൊടുക്കുകയാണ്. സാധാരണ സ്ട്രേ ഡോഗ്സിന് ഫുഡ് കൊടുക്കുമ്പോൾ സ്ട്രേ ഡോഗ്സ് എന്ത് ചെയ്യും? വളരെ അടുത്തൊക്കെ വന്ന് അങ്ങനെ ഇരിക്കും. ഇത് സ്ട്രേ ഡോഗും കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം അവർ കടി കിട്ടുമോ നോക്കിക്കൊണ്ടിരിക്കുക. അവരുടെ ഇപ്പോൾ ഒരു ഫുഡ് ഫീഡ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുകയാണ്. ഞങ്ങൾക്കൊരു എന്താ പറയുക, ഒരു ഹ്യൂമർ എന്ന് പറയുന്നത്, ഞങ്ങൾ പട്ടിയെ പ്രകോപിപ്പിക്കുക, ഹോണിക്കുക. അപ്പോഴീ പട്ടി നമ്മളെയും കുറയ്ക്കുന്നു, മദാമിയും സാഹിബിനെയും കുറയ്ക്കുന്നു, ഫുഡ് എടുക്കുന്നുമില്ല. ഇവരങ്ങോട്ടങ്ങ് ദേഷ്യപ്പെടുത്തുക തന്നെ. ഈ ഫോർണർ പറയാതെ എല്ലോ ശ്രമിക്കുക, വീണ്ടും നമ്മൾ വീണ്ടും ഹോണിക്കുകയാണ്. വീണ്ടും പട്ടി നമ്മളെയും കുറയ്ക്കും, അവരെയും കുറയ്ക്കും. കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ പോയി. എന്നാൽ അവർ ആ ഉദ്യമത്തിൽ വളരെ ഫീഡിറ്റാണ് പോയത്. ആ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ച് നമ്മൾ കഴിച്ചപ്പോഴേക്കും നമ്മുടെ മുന്നിലതാ ഇവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. ഈ ഫോർണറുണ്ട്, ഈ മദാമിയും സാഹിബും ഉണ്ട്. അപ്പോൾ നമ്മളെപ്പോലെ വൈരാഗ്യമൊന്നുമില്ല കേട്ടോ. അവർക്ക് കണ്ടുകൊണ്ട് തന്നെ ഹായ് എന്ന് ചിലർക്ക് പോയി. നമ്മൾ ചോദിച്ചാൽ തടിയിലോ ഭയം ഉണ്ടായിരുന്നു. ഫുഡ് കഴിക്കുന്നിടയിൽ ഞാൻ അവരോട് ചോദിച്ചു, സാർ ഇങ്ങനെ സ്ട്രേ ഡോഗ്സിനൊക്കെ ഇങ്ങനെ ഫീഡ് ചെയ്യാറുണ്ടോ? ഒന്നുമില്ല. ഇവിടെ ഇങ്ങനെ ടൂറിസ്റ്റായിട്ട് വന്നതാണോ? ടൂറിസ്റ്റായിട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് എല്ലാം ധാരണയാണ്. നമ്മൾ ഈ ഫോറിനേഴ്സ്, കോളത്ത്, സാഹിബുമാർ, പ്രധാനമാരെ ചോദിക്കുന്നത് ഇവരെന്താണ് കാണിക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഞാൻ ചോദിച്ചു ടൂറിസം എത്ര വർഷം വന്നപ്പോഴേക്കും അവരുടെ അനുഭവം പറഞ്ഞു. അവർ വന്നതെന്ന് പറഞ്ഞാൽ അവരൊരു കേക്ക് ഷോപ്പ് നടത്തുന്നതാണ്. ബെറ്ററിലാണ്, ഇംഗ്ലണ്ടിലൊരു കേക്ക് ഷോപ്പ് നടത്തുന്ന ഒരു ലേഡിയാണ്. ഹസ്ബൻഡ് ട്രാൻസ്പോർട്ട് എന്ന് വർക്ക് ചെയ്യുന്നതാണ്. അവർ 8 മാസം, അതായത് അവിടുത്തെ ഒരു സിസ്റ്റം അനുസരിച്ച് 8 to 10 months ആണ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 മാസം ഹോളിഡേ കിട്ടും. ആ ഹോളിഡേയിൽ അവർക്ക് എവിടെ വേണം, വിദേശത്ത് എവിടെ വേണം പോവാം. ഇവർ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇവർ ഇപ്പോൾ ഈ വർഷം പറയണമെങ്കിൽ 2 വർഷം മുന്നേ ഇന്ത്യ പോലുള്ള എല്ലാ രാജ്യങ്ങളിലും എല്ലാ ഓർഫനേജിലും അവർ ലെറ്റർ അയക്കും. ഓർഫനേജിലെ ഏതെങ്കിലും ഓർഫൻസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 50-60 കുട്ടികളുള്ള ഒരു ഓർഫനേജ് ഉണ്ടെങ്കിൽ ആ ഓർഫനേജിൽ ചിലപ്പോൾ ഒരു കുട്ടിക്ക് ചിലപ്പോൾ വളരെയധികമായിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള സർജറീസോ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനോ ലിവർ ട്രാൻസ്പ്ലാന്റേഷനോ ഒക്കെ വേണ്ടിയിട്ട് ഒരു കുഞ്ഞോടെ കാണാം. ഒന്നാമത് ഓർഫനേജ് എന്ന് പറയുമ്പോൾ തന്നെ പരിമിതികൾ ഭയങ്കരമാണ്. അവിടെ ഈ പറഞ്ഞ ഫുഡ് തന്നെ കഷ്ടപ്പെട്ടായിരിക്കും ആ ഓർഫനേജ് നടത്തിക്കൊണ്ടുവന്നിട്ട് പോകുന്നത്. അതിനകത്തിരിക്കുന്ന ഒരു ഓർഫന് ഒരു 50 ലക്ഷം രൂപ സർജറി ചെയ്യണമെങ്കിൽ ആരെങ്കിലും ചെയ്യുമോ? 50 ലക്ഷം രൂപ ഒരു ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം, അല്ലെങ്കിൽ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം. അങ്ങനെ ചെയ്യാൻ ആരും സാധിക്കില്ല. ആ കുഞ്ഞിന്റെ വിധിയെന്ന് ഓർത്ത് കിടക്കുന്ന ഒരു ഓർഫനെ ഇവർ ഈ പറഞ്ഞ എല്ലാവർക്കും മെയിൽ അയച്ചിട്ട് ഓരോ ഓർഫനിൽ നിന്നും ക്രിട്ടിക്കലായിട്ടുള്ള ആയിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ലെറ്റർ വരാൻ പറയും. അങ്ങനെ അവർ 2-3 ലെറ്റർ എടുത്തതിന് ശേഷം അവർ ഏറ്റവും അസസ് ചെയ്യും. അപ്പോൾ 60 ലക്ഷം രൂപ വേണം, ഈ 50 ലക്ഷം രൂപ വേണം. അവർ ഈ പറയുന്ന സാലറിയിൽ നിന്ന് അവർ കേക്ക് ഷോപ്പിൽ നിൽക്കുന്ന വരുമാനത്തിൻ്റെ ഒരു ഭാഗം മാറ്റി വെച്ചിട്ട് അവർ ഈ കുഞ്ഞിനെ സർജറി ചെയ്യാമെന്നാണ് അവരുടെ എയിം എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഒരു ബിസിനസ് നടത്തുന്നത്. അവർ ഓൺട്രപ്രണർഷിപ്പിൻ്റെ അവർ പറയും 6 മാസം 7 മാസം ഒക്കെ ആകുമ്പോൾ ഇനി 3 മാസം ഉണ്ടാവുള്ളൂ. ഞാൻ ഓവർ ടൈം എടുക്കും, ഞാൻ കേക്ക് ഷോ സംഘടിപ്പിക്കും, ഞാൻ നൈറ്റ് 12 മണിക്കും കേക്ക് വിൽക്കാൻ നോക്കും, ഹസ്ബൻഡെ കൊണ്ട് ഞാൻ ഓവർ ടൈം വർക്ക് ചെയ്യിപ്പിക്കും.
അങ്ങനെ മണിക്കൂറുകളോളം കൂട്ടി വർക്ക് ചെയ്യിപ്പിച്ച് ഇവർ ആ ഒരു ഹോളിഡേ ടൈം ആകുമ്പോൾ ആ നാട്ടിലെത്തും. അവരെത്തിയത് ട്രിവാൻഡ്രത്ത് വന്നു. ആ ട്രിവാൻഡ്രത്ത് ഒരു ഓർഫനേജ് ഉണ്ടായിരുന്നു. അവിടുത്തെ ഒരു കുട്ടിയെ ലിവർ ട്രാൻസ്പ്ലാന്റിന് അവർ അപ്പോളോ ചെന്നൈയിലേക്ക് കൊണ്ടുപോയിട്ട് തിരികെ ആ കുട്ടിയെ കൊണ്ട് ഓർഫനേജിലാക്കിയിട്ട് അവർ സ്റ്റേ ചെയ്യണം കോളത്ത്. ജീവിതത്തിന്റെ ലക്ഷ്യം അറിയിച്ചു. ഇതാണ് ഓണ്ടർപ്രണറിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. നമ്മൾ കുറേ സമ്പത്തുണ്ടാക്കി നമ്മളൊരു ഭാഗം കൊടുക്കുന്നു എന്നല്ല, നമുക്കൊരു ലൈഫ് സെറ്റിൽമെന്റ് ഉണ്ടാവണം. കുറേ കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യണം, സെറ്റ് പോയിന്റ്സ് ഉണ്ടാവണം. അതിൽ നമ്മൾ കണ്ടെത്തണം, ആവശ്യക്കാരെ കണ്ടെത്തണം. ആ ഫോറിൻ ലേഡി അവരെ ഈ പറഞ്ഞു 4 മാസം ഉറക്കമില്ലാതെ വർക്ക് ചെയ്യും. ഏതോ നാട്ടിലുള്ള ഏതോ രാജ്യത്തുള്ള ഏതോ ഒരു ഓർഫൻ കുട്ടിയുടെ ലിവർ ട്രാൻസ്പ്ലാന്റിന് വേണ്ടി ഇംഗ്ലണ്ടിലെ ഒരു ലേഡിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ പേരാണ് മനുഷ്യത്വം, അതിന്റെ പേരാണ് ഓർഫനേജ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിന്റെ പ്രചോദനമാവേണ്ടത് കുറേ സമ്പാദിക്കണം, വലിയ വീട് വയ്ക്കണം, കാർ മേടിക്കണം എന്നല്ല, നിങ്ങൾക്ക് സൊസൈറ്റിയിൽ എന്ത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. എനിക്ക് ഇങ്ങനെ ഒരു സിസ്റ്റം അടുത്ത വർഷം ഇങ്ങനെ കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്രയധികം മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. ആ രീതിയിലുള്ള ലൈഫ് സെറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു കൂട്ടായ്മയാണ് ഓൾട്രിസം എന്ന് പറയുന്നത്. നിങ്ങൾ വർക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഇതുപോലുള്ള കാര്യങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ സൊസൈറ്റിയിലേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ആൾക്കാർ. അപ്പൊ ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, എനിക്ക് പല ദിവസം പല ആക്ടിവിറ്റീസ് ചെയ്യാൻ സാധിക്കുമ്പോൾ ചിലപ്പോൾ സ്കൂളിൽ മൊത്തം പെയിന്റ് അടിച്ച് കൊടുക്കാറുണ്ട്, ഒരു ഹോസ്പിറ്റൽ നവീകരിച്ച് കൊടുക്കാറുണ്ട്, പല ചാരിറ്റികളും ചെയ്യാറുണ്ട്. പക്ഷെ അത് ചെയ്യാൻ പറ്റുന്ന ഓണ്ടർപ്രണേഴ്സിന് മാത്രമേ പറ്റൂ. ഒരു IAS വിചാരിച്ചാൽ അദ്ദേഹത്തിന് പോയിട്ട് ഒരു ഹോസ്പിറ്റൽ പെയിന്റ് ചെയ്യാൻ പറ്റുമോ? ഒരു 10 രോഗികളെ ഫ്രീ ആയിട്ട് സർജറി ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ അവരെ കുറച്ച് 10-50 വീട് കൊടുക്കാൻ പറ്റുമോ? ഓൺലി ഓണ്ടർപ്രണേഴ്സ് ക്യാൻ ഡു. ലോകത്ത് വേറെ ഒരു ഓർഗനൈസേഷനോ ലോകത്ത് ഒരു രീതിക്ക് പറ്റത്തില്ല. നമ്മളെ തിരിച്ചറിയുക. നമ്മളാണ് ഏറ്റവും സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഉയർന്നിരിക്കുന്ന ആൾക്കാരെന്ന് പറയുന്ന ഒരു സമയത്താണ് നിങ്ങളുള്ള ഓണ്ടർപ്രണർ ജനിക്കുകയുള്ളൂ.